ഇന്നത്തെ ചിന്താവിഷയം: സ്വയം നീതീകരിക്കരുത്. സ്വന്തം പാപങ്ങൾ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ കാൽക്കൽ നിന്നുകൊണ്ട് കണ്ണുനീർ തൂകിയ പാപിനിയെ ശീമോനും ആ വീട്ടിലുള്ളവരും നിന്ദിച്ചിരിക്കും. അവജ്ഞയോടെ അവളോട് ഇടപെട്ടിരിക്കും. എന്നാൽ ഒരക്ഷരം പോലും ഉരിയാടാതെ, സ്വയം നീതീകരിക്കാൻ ശ്രമിക്കാതെ അവൾ അവിടെ നിന്നു. ഒടുവിൽ പാപക്ഷമ പ്രാപിക്കുകയും ചെയ്തു. സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞവർ ഒരിക്കലും സ്വയം നീതീകരിക്കുവാനോ മറ്റുള്ളവരെ വിമർശിക്കുവാനോ മുതിരുകയില്ല. ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുക എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. അതെ, ചുങ്കക്കാരൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് വിളിച്ചു പറഞ്ഞ പരീശനല്ല, സ്വന്തം പാപങ്ങൾ ഏറ്റുപറഞ്ഞ ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സദൃശ്യവാക്യങ്ങൾ 28:13 എന്ന് വേദപുസ്തകം പറഞ്ഞത്.